ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസം 26-ാം തീയതി ബുധനാഴ്ച തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നിയമത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷ ഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. യഹൂദ മതത്തിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പാലസ്തീന ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷം എഴുതിയത്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ഈശോനാഥൻ പഠിപ്പിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന മിശിഹ താൻ തന്നെയാണെന്ന് യേശുനാഥൻ ഇന്ന് സുവിശേഷത്തിലൂടെ ഉറപ്പിച്ച് പറയുകയാണ്. ഈശോനാഥൻ നീതിയെക്കുറിച്ച് ആഴമായ ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ നിയമങ്ങളിൽ മാത്രം ഒതുങ്ങി ദൈവസ്നേഹം, സഹോദര സ്നേഹം എന്താണെന്ന് മറന്ന് പാരമ്പര്യങ്ങളിലും നിയമങ്ങളുടെ കാർക്കശ്യങ്ങളിലും കുടുങ്ങി ജനങ്ങളെ ഭാരപ്പെടുത്തിയ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നിയമങ്ങളെക്കുറിച്ചുള്ള, നീതിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ജനങ്ങളെ ഈശോനാഥൻ ഓർമ്മിപ്പിക്കുന്നു. നീതി എന്നത് നിയമത്തിൻ്റെ ചിട്ടയായ പൂർത്തീകരണമല്ല, ഒരുവൻ അർഹിക്കുന്ന കരുണയുടെയും കരുതലിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും പൂർത്തീകരണമാണെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുന്നു. ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ യേശുനാഥൻ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നതാണ്. നാം നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും വാക്താക്കളാവണം. നിയമം പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ആത്മാവോടെ അവ പാലിക്കുകയും പഠിപ്പിക്കുകയും വേണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുവൻ്റെ നൊമ്പരവും വേദനയും മനസ്സിലാക്കി ദൈവിക നിയമമായ സ്നേഹത്തിലൂടെ അവൻ്റെ മുറിവുകൾ ഉണക്കാൻ സാധിക്കണം. നമ്മുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അപരനെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം വഴി എൻ്റെ സഹോദരങ്ങളെ അങ്ങിലേക്ക് നയിക്കുവാനും എന്നെ പ്രാപ്തനാക്കണമേ എന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.